എന്ത് സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവനൊരു തിരിച്ചു വരവുണ്ടാകുന്നത്, അവനൊരു ജാഗ്രതയുടെ ഉണർവുണ്ടാകുന്നത്. എപ്പോഴാണോ അവൻ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോഴാണ് അവൻ ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ജാഗ്രത അവൻ്റെ ജീവിതത്തിൽ രൂഢത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവനൊരു ഉണർവിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് തിരിച്ചുവരവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ തന്നെയാണ്. അതുവരെയും അവൻ കടന്നുപോയത് പൈശാചിക ശക്തികളുടെ വഴിയിൽ കൂടെയും തിന്മശക്തികളുടെ വഴിയിൽ കൂടെയും ശത്രുവാകുന്ന പ്രതിയോഗിയുടെ വഴിയിൽ കൂടെയും അലർന്ന സിംഹത്തിൻ്റെ വായുകളിൽ കൂടെയൊക്കെയാണ് അവൻ്റെ യാത്ര ആയിരുന്നത്. എന്നാൽ ഇനി ഇതല്ല ശരിയായ യാത്രയെന്ന് അവനൊന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൻ മടങ്ങി വരുന്നത് ജാഗ്രതയുള്ളവനായിത്തീരുന്നത്. ആ ജാഗ്രതയാണ് അവനെ അവൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജാഗ്രതയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ പോകുന്ന വഴി അത് ഗർജിക്കുന്ന സിംഹം പോലെ വായു പിളർക്കപ്പെടുന്ന ശത്രുവിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിയുന്നൊരു ജാഗ്രത എനിക്കുണ്ടാകണം, അത് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്കൊന്ന് മടങ്ങി വരുവാനായിട്ട് കഴിയുക, എനിക്കൊന്ന് പിന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയും. എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക്, എൻ്റെ കൂടാരത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയുക. ഇവിടെ കർത്താവായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞൊരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്, കെണിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ. എന്താണ് ഇവിടെ കെണി എന്ന് പറയപ്പെടുന്നത്? ആ കെണിയാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ ആഗ്രഹിക്കുക, മദ്യപാനത്തിൻ്റെ പിന്നാലെ കടന്നു പോകുകയാണ്. എപ്പോഴും ഉപജീവന മാർഗത്തെക്കുറിച്ചുള്ള, ഉപജീവനത്തിൻ്റെ ചിന്തകളെക്കുറിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക്, ഭൗതികതയുടെയും ലൗകികതയുടെയും ലോകപ്രകാരമാകുന്ന ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു പോകപ്പെടുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ ചിന്ത എത്തുന്നത് വലിയൊരു കെണിയിൽ തന്നെയാണ്. ആ കെണി നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, ജാഗ്രതയോടുകൂടി ആയിരിക്കുക, ഉണർവോടുകൂടി ആയിരിക്കുക, പ്രാർത്ഥനയുള്ള ഒരു ജാഗ്രത മുറുകെ പിടിക്കുക എന്നത് തന്നെ. യേശുക്രിസ്തു ഒരു മനോഹരമായ ഉപമ ഇങ്ങനെ പഠിപ്പിക്കേണ്ട മത്തായി സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഉപമയെ കാണുവാനായിട്ട് സാധ്യമാകും. ആ ഉപമ ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ തൻ്റെ വയൽപ്രദേശത്തെ ഉറങ്ങിക്കൊള്ളുകയാണ്. തൻ്റെ പകലിൻ്റെ അധ്വാന ക്ഷീണം കൊണ്ട് അല്പസമയം കണ്ണടച്ചപ്പോഴാണ് അവിടെ പിശാച് കടന്നു വന്ന കള വിതയ്ക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കളയും ആ വിത്തും നല്ലതുമൊക്കെ ഒന്നിച്ചു വളരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് ഈ മനുഷ്യൻ അല്പനേരത്തെ വിശ്രമത്തിന് വേണ്ടി കടന്നുപോയപ്പോഴാണ്. അല്പസമയം അവൻ തൻ്റെ കണ്ണ് ഒന്ന് അടയ്ക്കുമ്പോഴാണ്, അല്പസമയം അവൻ്റെ നിദ്രാഭാരത്തിൻ്റെ അകപ്പെട്ട് അവൻ നിദ്രയ്ക്ക് വേണ്ടി കടന്നുപോയപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കൃഷിയിടത്തിലേക്ക് പൈശാചിക ശക്തി കടന്നു വരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ കടന്നു വരുന്നത് ഞാൻ ഒരു അല്പം ഉറങ്ങുമ്പോഴാണ്, ഞാനൊരല്പം എന്നിലേക്ക് മടങ്ങി വരുമ്പോഴാണ്, എൻ്റെ ചിന്തയിലേക്കും എൻ്റെ പ്രവൃത്തിയിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും എപ്പോഴാണോ ഞാൻ കടന്നു വരുന്നത്, അവിടെയാണ് ഞാൻ അറിയാതെ എൻ്റെ കൃഷിയിടത്ത്, ഹൃദയമാകുന്ന നിലത്തിൽ ഞാൻ വിതയ്ക്കപ്പെട്ട, നീ വിതയ്ക്കപ്പെട്ട ഹൃദയമാകുന്ന കൃഷിയിടത്ത് പിശാച് കളയാകുന്ന വിത്ത് വിതയ്ക്കപ്പെടുന്നത്. അല്പനേരത്തെ ജാഗ്രതയിൽ നിന്നുള്ള പിന്മാറ്റം, ജാഗ്രതയിൽ നിന്നുള്ള മടങ്ങിപ്പോക്കൽ അവൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ പിശാച് അവൻ്റെ കൃഷിയിടത്തേക്ക് തിന്മയുടെ, കളയുടെ ശക്തി അവിടെ വിതയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജാഗ്രത ഇല്ലായ്മ, ഉണർവിൻ്റെ അനുഭവമില്ലായ്മ, അറിഞ്ഞോ അറിയാതെയോ പലരും എൻ്റെ ഹൃദയമാവുന്ന നിലത്തിൽ കളയുടെ വിത്ത് വിതയ്ക്കാറുണ്ട്. ആ കളയുടെ വിത്ത് പിഴുത് കളയണമെങ്കിൽ, ആ കളയുടെ വിത്ത് പറിച്ചു മാറ്റണമെങ്കിൽ എന്നിലുണ്ടാകേണ്ടത് ജാഗ്രത, ഉറങ്ങാതെയുള്ളൊരു ജാഗ്രത, നിർമ്മതയോടുകൂടി ഇരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു ജാഗ്രത എന്നിൽ ഉണ്ടാകണം എന്ന് കർത്താവ് തൻ്റെ ഉപമയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി, ഈ നോമ്പിൻ്റെ രാത്രിയാമത്തിൽ, ഈ സന്ധ്യാമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കുക. എൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ,
എൻ്റെ മുൻപിൽ കൂടെ കടന്നു പോകുന്നവനെ, എൻ്റെ വശങ്ങളിൽ ജീവിക്കുന്നവരെ ഓർത്ത് ഒന്ന് ജാഗ്രതയുണ്ടാകുവാൻ കഴിയണം. എന്നെ വിഴുങ്ങുവാൻ, എന്നെ നശിപ്പിക്കുവാൻ ശത്രു, പ്രതിയോഗി വായ് പിളർന്നുകൊണ്ട് ഗർജിച്ചെൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ആ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകാതെ വണ്ണം സുരക്ഷിതത്വം പ്രാപിക്കുവാനായി പ്രാർത്ഥനയുടെ ജാഗ്രത മുറുകെ പിടിക്കുവാനായിട്ട് കഴിയണം. യേശുക്രിസ്തു ഗത്സമന തോട്ടത്തു നിന്നും കാൽവരി ക്രൂശിലേക്ക് യാത്ര തിരിച്ചപ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പാപത്തിലേക്കും അല്ലെങ്കിൽ പൈശാചികയുടെ അനുഭവത്തിൽ വഴുതി വീഴുന്നത്. പത്രോസിനോട് കൂടെ പറഞ്ഞു, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവൻ, നീ പ്രാർത്ഥിക്കുക, നീ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ആ പിശാച് നിന്നെ നശിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുകയാണ്. ആ പിശാചിൻ്റെ വായിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ജാഗ്രത ഒന്ന് മുറുകെ പിടിക്കുക, പ്രാർത്ഥന ഒന്ന് മുറുകെ പിടിക്കുക. എന്നാൽ അവൻ ഉറക്ക ഭാരത്താൽ എന്നെയും നിന്നെയും പോലെ ഉറങ്ങിയപ്പോഴാണ് പിശാചുള്ളിലേക്ക് കടന്നു വരുന്നത്, കള വിതയ്ക്കുന്നത്. ആ പിശാചിൻ്റെ ശക്തി മുഖാന്തരം പറയുകയാണ്, എനിക്കവൻ അറിയില്ല, ഞാനവനെ കണ്ടിട്ടില്ല, ഞാനവനോട് ജീവിച്ചിട്ടില്ല, ഞാനവൻ്റെ ശിഷ്യനല്ല. കാരണം ജാഗ്രതയില്ലായ്മയാണ്. ഈ ജാഗ്രതയില്ലായ്മയാണ് എൻ്റെ ജീവിതത്തെ പല അനർത്ഥങ്ങളിലേക്കും എന്നെ വഴി നടത്തുന്നത്. ഈ ജാഗ്രതയില്ലായ്മയാണ് പലപ്പോഴും തിന്മയുടെ ശക്തി എന്നെ പിടിച്ചുമുറക്കുന്നത്. ഈ ജാഗ്രതയില്ലായ്മയാണ് നമ്മളെ പ്രിയപ്പെട്ടവ പലപ്പോഴും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും അടിമകളെ ജീവിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ജാഗ്രത വേണം. ഞാൻ ഉപയോഗിക്കുന്ന വസ്തു അത് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയാനുള്ള ജാഗ്രത എനിക്കുണ്ടാക്കണം. ഞാൻ ഭക്ഷിക്കുന്ന ഭക്ഷണം അത് നല്ലയാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. ആ ജാഗ്രത എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയാൽ മാത്രമേ ഈ ജാഗ്രത ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ജാഗ്രത ഉണ്ടാക്കി, പ്രാർത്ഥനയുള്ള ജാഗ്രത ഉണ്ടാക്കി കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇവിടെ വചനം ഇന്ന് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ പ്രതിയോഗിയുടെ അടുക്കൽ അകപ്പെട്ടു പോകാതെ വണ്ണം ജാഗ്രതയോടുകൂടെ ആയിരിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം എവിടെയാണുള്ളത്? അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം. എൻ്റെ ഹൃദയം കർത്താവിലാണെങ്കിൽ അവിടെ എനിക്ക് നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം മേലിലുണ്ടാകുവാനായി കർത്താവിലുള്ള പ്രാർത്ഥന മുറുകെ പിടിച്ച് ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്കൊരുങ്ങാം. അതിന് പരിശുദ്ധ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ വഴി നടത്തി കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.